അർഹരായ നിരവധി പേർ ഒഴിവാക്കപ്പെട്ട് അനർഹരായ ആയിരക്കണക്കിന് പേർ ഇടം പിടിച്ച വോട്ടർ പട്ടിക പരിഷ്കരണം കോടതി കയറുമെന്ന് മുൻ MP രമ്യ ഹരിദാസ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചില ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്നും ഭരണകൂട താൽപര്യമാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. SIR ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ MP. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഭൂരിപക്ഷം പേരും കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമാണ്. കോൺഗ്രസിന്റെ ശക്തി ഇല്ലാതാക്കാമെന്ന ആഗ്രഹത്തോടെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതിന്റെ തെളിവാണിത്. കോൺഗ്രസ് പ്രവർത്തകർ പേര് ചേർക്കുമ്പോൾ മാത്രം സിസ്റ്റം തകരാറിലാവുന്നതും സമയദൈർഘ്യമുണ്ടാകുന്നതും പതിവായി. ഇതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണ്. എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അനർഹമായ ആയിരക്കണക്കിന് പേരാണ് SIRൽ ഇടം പിടിച്ചത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് നിരവധി പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് വോട്ടർമാർ പട്ടികയിലെ സുതാര്യത സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. വീടും നാടും രക്ഷിതാവുമില്ലാത്ത ആയിരക്കണക്കിന് വ്യാജ നിർമ്മിതിയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്ന മോഹം നടക്കില്ലെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ നമ്മുടെ അനുജന്മാരുടെ കൈകളിലോ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ പ്രവർത്തകരുടെ മൊബൈൽ ഫോണിലൂടെ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ വോട്ട് ചേർക്കുമ്പോൾ അരമണിക്കൂറും 3/4 മണിക്കൂറും താമസമെടുക്കുന്നു. പക്ഷേ അത് കഴിയുമ്പോഴേക്കും വോട്ടർ പട്ടികയുടെ എണ്ണം ജില്ല തിരിച്ച് പരിശോധിച്ച സമയത്ത് ക്രമാതീതമായി കൂടിയിരിക്കുന്നു. നമ്മുടെ KPCC പ്രസിഡന്റും SIRമായി ബന്ധപ്പെട്ട് ചുമതലയുണ്ടായിരുന്ന ശ്രീ PC വിഷ്ണുനാഥ് MLAയും തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തെരഞ്ഞെടുപ്പ് ഒന്ന് മുൻപ് അല്ലെങ്കിൽ അതിനുശേഷം ഒന്ന് മാറ്റിവെക്കേണ്ടത് ഒരു അനിവാര്യമാണ് എന്ന് KPCC പ്രസിഡന്റ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ട് പോലും തിടുക്കപ്പെട്ട് കേരളത്തിലെ സാധാരണക്കാരായിരിക്കുന്ന പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരും മത്സരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടയിൽ കൂടെ തന്നെ ഇത് നടത്തുന്നതിന് വ്യഗ്രത കാണിച്ചതിന്റെ പിന്നിൽ കൃത്യമായിരിക്കുന്ന ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് KPCC പ്രസിഡന്റ് നേരത്തെ തന്നെ അത് ജനങ്ങളുടെ മുൻപിൽ പത്രമാധ്യമങ്ങളുടെ മുൻപിൽ വിശദീകരിച്ചതാണ്. DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, DCC സെക്രട്ടറി C ബാലൻ, TH ഫിറോസ് ബാബു, പാളയം പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.